പല്ല സിംഹത്തിന്റെ പല്ലുള്ള ജാതീയ ശക്തി എൻ്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. എന്തിനാണത് വന്നത്? 7-ാമത്തെ വാക്യം. നമ്പർ 1, സ്തോത്രം. എൻ്റെ മുന്തിരിവള്ളിയെ, സ്തോത്രം. 1-ാമത്തെ ഭാഗം, മുന്തിരിവള്ളിയെ ശൂന്യമാക്കുന്നൊരു ശക്തി. എന്താ മുന്തിരിവള്ളി? യോഹന്നാന്റെ സുവിശേഷം 11:1-15:5. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. 5-ാമത്തെ വാക്യം. 5-ാം വാക്യം. ഒരല്ലി പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ മുന്തിരിവള്ളി എന്തിനെ കാണിക്കുന്നു? ക്രിസ്തുവിനെ കാണിക്കുന്നു. മുന്തിരിത്തോട്ടം എന്തിനെ കാണിക്കുന്നു? സഭയെ കാണിക്കുന്നു. ഇസ്രായേൽ ജനത്തെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ശിംശോൻ മുന്തിരിത്തോട്ടത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പം ബാലസിംഹം എവിടുന്നാ ചാടി വന്നത്? സ്തോത്രം. ഇപ്പം മുന്തിരിത്തോട്ടത്തിൽ ബാലസിംഹം ഉണ്ടെന്ന് ഉറപ്പായേ? സ്തോത്രം പറഞ്ഞാട്ടെ. സഭയിലേക്ക് അടുക്കുന്നവനെ, സഭയോട് ചേർന്ന് നടക്കുന്നവനെ ഓടിക്കാൻ സഭയ്ക്കകത്ത് നിന്നും ചില ബാലസിംഹങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ജാതീയ വ്യാപാരം ഇന്ന് പകൽ അഴിഞ്ഞു മാറണം. ആമേൻ. അഭിഷേകമുള്ള ചിലതിനെ, വൃതസ്ഥന്മാരായ ചിലതിനെ, ദൈവകൃപയുള്ള ചിലതിനെ, അപ്പനെ അമ്മയെ അനുസരിക്കുന്ന ചിലതിനെ, മാതൃകയോടെ ജീവിക്കുന്ന ചിലതിനെ ദൈവസഭയോട് ചേർന്ന് നടക്കാൻ അനുവദിക്കാതെ ദൈവസഭയ്ക്കും വ്യക്തികൾക്കും മധ്യേ അലറിക്കൊണ്ട് നിൽക്കുന്ന ചില ബാലസിംഹത്തിന്റെ വ്യാപാരങ്ങള്, ചില ബാലസിംഹത്തിന്റെ പോരുകള് ഇന്ന് മകൾ വലിച്ചു കീറാൻ അഭിഷേകമുള്ള ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. 18 യുദ്ധങ്ങൾ ദാവീദ് പുറത്തെ ആൾക്കാരുമായിട്ട് ചെയ്ത്. സ്തോത്രം പറഞ്ഞാട്ടെ. പുറത്തുള്ള ജാതികളുമായി ദാവീദ് 18 യുദ്ധം ചെയ്ത് ഈസിയായി, കൂളായി, അഭിഷേകത്തോടെ യുദ്ധം ചെയ്തു. പക്ഷെ അതിനെക്കാട്ടിയും വലിയ 12 പോരാണ് അകത്തുനിന്ന് എഴുന്നേറ്റത്. അബ്ശാലോമിന്റെ ഒത്തുകളി, അമ്നോന്റെ സ്വത്രല്യ ആ പൈശാചിക സ്വഭാവം. അങ്ങനെ പുറത്തുള്ള 18 യുദ്ധത്തെക്കാൾ ദാവീദ് ഓടിയതും കരഞ്ഞതും അകത്തുള്ള 12 പ്രശ്നങ്ങളാണ്. ശൗല് കുന്തമെടുക്കുമ്പം, അബ്ശാലോം ഒറ്റിയപ്പം, സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. അഹീത്തോഫേലിന്റെ കള്ളപ്രവചനവും അവന്റെ കള്ള ആലോചനയും, സ്തോത്രം, ഹല്ലേലൂയ. പുറത്തുള്ള 18 ജാതികളുമായി ദാവീദ് ആത്മാവിൽ യുദ്ധം ചെയ്തപ്പോൾ അകത്തുള്ള പ്രശ്നങ്ങൾ കേറിയപ്പോൾ പുള്ളി ഓടുകയായിരുന്നു. അതുകൊണ്ട് ദൈവസഭയോട് ഞാൻ പറയാം, നീ ജയിക്കേണ്ട വിഷയം പുറത്തുള്ളതിനെ അല്ല, അകത്തുള്ളതിനെയാ. സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങളെ, കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളെ, നിന്റെ ഓഫീസിലുള്ള പ്രശ്നങ്ങളെ, നിന്റെ ശുശ്രൂഷയുടെ പ്രശ്നങ്ങളെ, നിന്റെ ഇന്നർ പ്രോബ്ലങ്ങള്, നിന്റെ അകത്തെ പ്രശ്നങ്ങള് ജയിക്കുന്ന ഒരഭിഷേകം ദൈവം കൈമാറുകയാണ്. ഓ റഗനഗദരി ഘടക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പുറത്തുള്ള വിഷയം നിന്ന് വെല്ലുവിളിക്കത്തേ ഉള്ളൂ, പക്ഷെ അകത്തുള്ള വിഷയം ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ദൈവദാസന്മാരുടെ ദാവീദിനെ പോലെ, സ്വത്രം, ദാവീദിനെ പോലെ നീ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ശുശ്രൂഷിക്കുന്നയാളും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനുമാണെങ്കിൽ അകത്ത് നിനക്കെതിരെ എഴുന്നേൽക്കുന്ന അബിയാഥാറിന്റെ കൂട്ടുകെട്ടുകളും അഹീത്തോഫേലിന്റെ കള്ള ആലോചനയും അബ്ശാലോമിന്റെ കൂട്ടുകെട്ടുകളോ അമ്നോനിന്റെ സ്വഭാവ ദൂഷ്യങ്ങളോ നിന്റെ ശുശ്രൂഷയെ, നിന്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്നെങ്കിൽ, വേട്ടയാടുന്നെങ്കിൽ അതിനെ ജയിപ്പാൻ ഒരാത്മനിറവ് കൈമാറുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാടെ. മുമ്പില് സിംഹത്തിന്റെ പല്ല, സിംഹയുടെ അണപ്പല്ലായി എഴുന്നേറ്റ ജാതീയ ശക്തിയുടെ 1-ാമത്തെ വ്യാപാരം നിന്റെ മുന്തിരിവള്ളി. മീൻസ് നിന്റെ ആത്മീയത്തെ. ക്രിസ്തു ആത്മീയമാ.
മുന്തിരി വള്ളിയെ ശൂന്യമാക്കുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ ഒതുക്കുന്ന ഒരു വ്യാപാരം. സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ ആത്മീയ ജീവിതത്തെ ഒതുക്കുന്നൊരു വ്യാപാരം വളരാൻ നിന്നെ അനുവദിക്കാതെ. ഹല്ലേലൂയ. 80 സങ്കീർത്തനം എടുക്കരുത്, 12-ാമത്തെ വാക്യം. കാട്ടുപന്നികൾ അതിൻ്റെ വേരുമാന്തി കളഞ്ഞു. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മുന്തിരിവള്ളി പൂത്തിരിക്കുന്നു, അതിൻ്റെ പൂപ്പുകളെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. ഇന്ന് പകൽ നിന്റെ ആത്മീയത്തിൻ്റെ അടിസ്ഥാനത്തെയും നിന്റെ ആത്മീയത്തിൻ്റെ വളർച്ചയെയും വെട്ടി ഒതുക്കുന്ന ചില ജാതീയ വ്യാപാരങ്ങളെ നിന്റെ ആത്മീയ ജീവിതത്തെ വളരാൻ അനുവദിക്കാതെ അതിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, അതിൻ്റെ തഴപ്പിനെ മുരടിപ്പിക്കുന്ന ജാതീയ വ്യാപാരത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനാൽ നിനക്ക് ജയം തരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതം പ്രാർത്ഥനയുള്ള, വിശുദ്ധിയുള്ള, ഉപവാസമുള്ള, വചനമനുസരിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തെ മുരടിപ്പിക്കുന്ന ശക്തിയെ. സ്തോത്രം. ഒരു യോഗത്തിന് വേണ്ടി കൊതിച്ചൊരു കാലഘട്ടമുണ്ട്, ഒന്ന് ആരാധിക്കാൻ, ദൈവമക്കളോട് ചേർന്നിരിക്കാൻ. പക്ഷെ ഇന്ന് ആമേശ്വത്ര 2 ചുവട് വെച്ചാൽ ആരാധനയ്ക്ക് സൗകര്യം ഉണ്ടായാലും മടുത്തിരിക്കുന്ന, നിന്റെ മടുപ്പിനെ ബന്ധിച്ചിരിക്കുന്ന ആ വ്യാപാരം വഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. കൊതിയോടെ ഇരുന്ന ആത്മീയ ജീവിതം മുരടിപ്പിച്ചു കളഞ്ഞ വ്യാപാരങ്ങളെ നീ തിരിച്ചറിയണം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിന്റെ ആത്മീയത്തെ ബലഹീനമാക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. 2-ാമത്തെ പോർഷൻ, എൻ്റെ അത്തിവൃക്ഷത്തെ. സ്തോത്രം. ഒരു യഹൂദ